ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു സ്ഥാപക ദിനവും കുടുംബ സംഗമവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ലേബർ കോൺഫറൻസിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന നിയമാവലികൾ പാലിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് AKU, ഓൾ കേരള ഓട്ടോമൊബൈൽ എംപ്ലോയീസ് യൂണിയൻ. ഓരോ വർഷവും നമ്മൾ പുതിയ മെമ്പർമാർ കടന്നു വരുമ്പോൾ 950 രൂപ മെമ്പർഷിപ്പും അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ആളുകളെ മെമ്പർഷിപ്പ് പുതുക്കി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 850 രൂപയാണ് മെമ്പർഷിപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംഘടന 8 വർഷക്കാലമായി സുദീർഘമായ പ്രവർത്തനം കേരളത്തിൽ നടത്തി ഇപ്പോൾ 9ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഒട്ടനവധി സമരങ്ങളും പോരാട്ടങ്ങളും നടത്തി കേരളത്തിലും ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയിൽ ജോലിയെടുക്കുന്ന അംഗങ്ങളുണ്ട് എന്ന് സർക്കാരിൻ്റെയും അധികാരികളെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി സംഘടന കഴിഞ്ഞിട്ടുണ്ട്. 2018 ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർക്ക്ഷോപ്പ് തൊഴിലാളികൾക്കും കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വളരെ ശക്തമായ സമരം നടത്തുകയും ആ സമരത്തിന്റെ ഒക്കെ ഭാഗമായി ഭരണകർത്താക്കളുടെയും മറ്റധികാരികളുടെയും കണ്ണു തുറക്കുകയും നിയമസഭയിൽ കേരള ഗവൺമെന്റ് ആ ബില്ല് അവതരിപ്പിക്കുകയും അതിനുശേഷം നിയമസഭാ സബ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. നിയമസഭാ സബ് കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷം ഗവർണർക്ക് അയക്കുകയും ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്തിട്ടുള്ളത്. മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് തന്നെ ഗവർണർ മറ്റ് ബില്ലുകളെ കൂടെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ പുറത്തോ എന്തോ എന്നറിയില്ല, ഗവർണർ ആ ബില്ല് നേരെ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്തത്. അങ്ങനെ രാഷ്ട്രപതി ഒപ്പിടാത്ത ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ക്ഷേമനിധി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയിൽ കിട്ടാത്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ സമര പരിപാടികൾ തുടങ്ങുവാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ സ്ഥാപക ദിനവും കുടുംബ സംഗമവും നടന്നതിന് ശേഷം രാജ്ഭവനിലേക്ക് പ്രക്ഷോഭ പരിപാടികൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. എന്നും അവഗണന ഏറ്റുവാങ്ങിക്കൊണ്ട് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയിൽ നിലനിന്ന് പോകുവാൻ ഈ സംഘടനയും സംഘടനയുടെ പ്രവർത്തകന്മാർക്കും പ്രയാസമുണ്ട്. അത് ഗവൺമെന്റും മറ്റധികാരികളും മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. എന്തായാലും ഒട്ടനവധി കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായിട്ടാണ് ഇന്ന് ഈ കുടുംബസംഘം അവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. 2020 നവംബർ മാസത്തിൽ നമ്മുടെ രാജ്യത്ത് ഓട്ടോമൊബൈൽ മേഖലയെ തകർക്കുന്നതിന്റെ ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്ക്രാപ്പേജ് നയം നടപ്പിലാക്കി. ഈ സ്ക്രാപ്പേജ് നയത്തിനെതിരെ 2020 നവംബർ മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ വാഹന പ്രചരണ യാത്ര നടത്തുകയും അതിനുശേഷം രാജ്ഭവന് മുന്നിൽ ധർണയും നടത്തി. അതിന്റെ ഫലമായി പഴയ എഞ്ചിനുകൾ, പഴയ ചേസിന്റെ മുകളിൽ പുതിയ എഞ്ചിനുകൾ സ്ഥാപിക്കാമെന്ന ഉത്തരവ് കേരള ഗവൺമെന്റ് ഇടുകയും ഇപ്പോൾ ആ പ്രാവർത്തികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി പോരാട്ടങ്ങളിലൂടെ തന്നെ ഈ സംഘടന കടന്നു വന്നിട്ടുള്ളത്. അത് ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നമ്മളെ മെമ്പർമാരുടെ ഒക്കെ തീരുമാനം. ഞാൻ ഉൾപ്പെട്ട 7 പേർ കൂടി അടൂര് രമേശന്റെ വർക്ക്ഷോപ്പിൽ വെച്ച് 2017 ജനുവരി 8-ാം തീയതി ഇന്ത്യൻ കോൺഫറൻസ് നിയമമനുസരിച്ച് രൂപപ്പെട്ട ഒരു സംഘടനയാണ് AKEU എന്ന സംഘടന, ഓൾ കേരള ഓട്ടോമൊബൈൽ എംപ്ലോയീസ് യൂണിയൻ. ഈ സംഘടനയെ പറ്റി വിവരിക്കാനും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അശോകം നടന്നു. എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ്, എൻ്റെ തൊഴിലാളി സുഹൃത്തുക്കളെ, പഴയ കാലങ്ങളിൽ വർക്ക്ഷോപ്പുകാർ തമ്മിൽ കോമ്പറ്റീഷനാണ്. അവിടെ കാർ പണിഞ്ഞാൽ ഇവിടെ പണിയുന്നില്ല, ഇവിടെ ചാർജ് കുറവാണ്, നല്ല കാര്യം ഇങ്ങോട്ട് വരണം. ഇങ്ങനെ പലതരത്തിലുള്ള തൊഴിലാളികൾ തമ്മിൽ പിണക്കവും
സഹോദരമില്ലായ്മയും എല്ലാമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതൊരു കുടുംബമാണ്. അതിലച്ഛൻ, അമ്മ, മരുമകൻ, മരുമകൾ, കൊച്ചുകുട്ടികൾ എല്ലാവരും ഒത്തുചേർന്നത് പോലെ ഇതൊരു കുടുംബമാണ്. എല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ ഈ സംഘടന വിജയകരമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സംഘടന കൊണ്ട് നമ്മൾ അങ്ങനത്തെ എടുക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സംഘടന കൊണ്ട് എന്ത് പ്രയോജനം? അത് പറയുന്നത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ആൾ പറയും, എനിക്ക് ഇൻഷുറൻസ് വേണ്ട, എനിക്ക് മെമ്പർഷിപ്പ് മതി. പക്ഷേ ഈ മെമ്പർഷിപ്പ് എടുക്കുന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻഷുറൻസിന് കിട്ടുന്ന പൈസ കൊണ്ടല്ല നമ്മൾ കഴിയുന്ന, മരിച്ചാൽ കിട്ടുന്ന പൈസ അല്ല നമുക്ക് പ്രാധാന്യം. അതുകൂടാതെ അംഗങ്ങളെ പരസ്പരം സഹായിക്കുക. നിങ്ങൾ കൂടുന്ന യൂണിറ്റിൽ കൂടുന്ന കമ്മിറ്റി എല്ലാവരും കമ്മിറ്റി അംഗങ്ങൾ കൂടിയെങ്കിൽ മാത്രമേ അതിൽ ഓരോരുത്തരെയും പരിചയപ്പെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്കൊരു അപകടം ഉണ്ടായാൽ ആ ആളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് സോമൻ എന്നൊരു വ്യക്തി അംഗത്വം എടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇൻഷുറൻസ് കിട്ടും, മറ്റേ ആനുകൂല്യങ്ങളെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വർക്ക്ഷോപ്പ് ഒന്ന് അപകടത്തിൽപ്പെട്ട് കാർഡ് വീഡിയോ ചെയ്താൽ ഉടനെ ഉള്ളിൽ പറയും, ഈ സോമൻ നടന്ന ആളെ ഞങ്ങൾക്ക് യാതൊരു പരിചയവുമില്ല, ആളെ എങ്ങനെയാണ് സഹായിക്കുന്നത്, ഞങ്ങൾക്ക് സഹായിക്കാൻ സാധ്യതയില്ല, ആളെ ഞങ്ങൾക്ക് അറിയത്തേ ഇല്ല. അയാൾ ആ കമ്മിറ്റിയിൽ എല്ലാം വരുമായിരുന്നെങ്കിൽ എല്ലാവർക്കും പരിചയമുണ്ട്, അയാളെ സഹായിക്കാൻ എല്ലാവരും കൂടും. ചിലപ്പോൾ ആ വർക്ക്ഷോപ്പ് ആ യൂണിറ്റ് തന്നെ വെച്ചു കൊടുക്കാൻ സാധിക്കും. ഞങ്ങളുടെ ഒരു വർക്ക്ഷോപ്പ് ഞാൻ പന്തളത്തുള്ള ആളാണ്. അവിടെ ഒരു വർക്ക്ഷോപ്പ് ഇതുപോലെ രാജ്യത്ത് മറിഞ്ഞു വീണു. അത് അവിടുത്തെ യൂണിറ്റ് തന്നെ ആ വർക്ക്ഷോപ്പ് പണിഞ്ഞു കൊടുക്കും. എനിക്കൊരു വർക്ക്ഷോപ്പാണ്, ഞാൻ വെൽഡിങ് പണികളെല്ലാം ചെയ്ത് കൊടുക്കുക, എൻ്റെ തൊഴിലാളികൾക്ക് ചെയ്യിപ്പിച്ചത്. അതുപോലെ ഒരാളുടെ അസുഖം വന്നു, ആ അസുഖത്തിന് ഇൻഷുറൻസിന് പൈസ കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? യൂണിറ്റിൽ പറയും, യൂണിറ്റുകാർ ആലോചിക്കും, അതിന് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ആവശ്യമുണ്ട് അതിന്. അപ്പോൾ ജില്ലയിൽ പറയും, ജില്ല സ്റ്റേറ്റിൽ പറയും, എല്ലാവരും കൂടി സഹായിക്കും. ചിലപ്പം ആ ജില്ലയിൽ തന്നെ സഹായിക്കാൻ സാധിക്കും. കാരണം ഇവിടെ പല കാര്യങ്ങൾക്ക് 2 ലക്ഷം 3 ലക്ഷം കൊടുത്തിട്ട് എനിക്കറിവുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഉള്ളതുപോലെ മോട്ടോർ വ്യവസായ രംഗത്ത് ആകെ തന്നെ ഒരു പ്രതിസന്ധിയുണ്ട്. അതോടൊപ്പമാണ് ഓട്ടോമൊബൈൽ എംപ്ലോയീസ് എന്ന നിലയിൽ, തൊഴിലാളികൾ എന്ന നിലയിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെയും പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങൾ ആധുനികതയുടെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ട് ഏറെക്കാലം വർക്ക്ഷോപ്പിനെ ആശ്രയിക്കാതെ ഓടിക്കാൻ കഴിയും എന്ന ധാരണയിലാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ കാണുന്നത് പോലുള്ള വർക്ക്ഷോപ്പുകൾ നമ്മുടെ ഈ മേഖലയിലൊക്കെ കാണാൻ ഇന്ന് കഴിയുന്നില്ല. വടകരയിലായാലും കൊയിലാണ്ടിയിലായാലും പേരാമ്പ്രയിലായാലും കണ്ടു പരിശോധിച്ചാൽ അതിലെ കുറവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ മോട്ടോർ വ്യവസായ മേഖലയിൽ, ഓട്ടോമൊബൈൽ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഒരു ചെറിയ രാജ്യം പിടിച്ചെടുത്തിരുന്നു എന്ന സാഹചര്യം. പക്ഷേ ഭരണം കിട്ടി എന്ത് ചെയ്യണമെന്നറിയാൻ മണിക്കൂറുകൾക്ക് ആ ഭരണം തകർന്നുപോയി. മംഗോളിയയിലെ വർഷങ്ങൾക്ക് മുമ്പാണ്. അനീതി, തൊഴിലാളികളുടെ ജീവിത പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം കണ്ടാണ് തൊഴിലാളികൾ സംഘടിപ്പിച്ചത്. മോട്ടോർ വ്യവസായ മേഖല എല്ലാ മേഖലകളും നിശ്ചലമായിക്കൊണ്ട് ആ സമരം നടത്തിയത്. പക്ഷെ ഞാൻ ഓർക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവിടെയും നിങ്ങൾ
ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വിജയിച്ചിരുന്നു. സംസ്ഥാന ഗവൺമെൻറ് ആ ചുമതല നിർവഹിച്ച് സ്വാഭാവികമായും ബില്ലുകൾ പാസ്സായി വരണമെങ്കിൽ ഗവർണർ ഒപ്പിട്ട് പ്രസിഡന്റിൻ്റെ അനുമതി കണ്ടെത്തുന്നു. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ക്ഷേമനിധി പ്രവർത്തനങ്ങൾ അതിന് ഭാഗമായി നടക്കുമ്പോൾ നേരത്തെ ഉള്ള ക്ഷേമനിധിയുടെ പ്രവർത്തനം തന്നെ മെച്ചപ്പെട്ടതല്ല. തൊഴിലാളികൾ മത്സ്യ വ്യവസായ മേഖലയിൽ തൊഴിലാളികളുടെ അതിൽ അംഗങ്ങളായിരുന്നില്ല എന്ന വിമർശനം നാട്ടിലുണ്ട്. മത്സ്യ വ്യവസായം നേരത്തെയുള്ള സ്ഥാപനങ്ങളെല്ലാം വയബിൾ യൂണിറ്റുകൾ എല്ലാം പോയി സിംഗിൾ എന്ന നിലയ്ക്കാണ് ഉള്ളത്. ഇത്രയും കമ്പനികൾ നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ ഈ വടകരയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതെല്ലാം ഇന്ന് നിശ്ചലമായി. അതുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ വാഹനങ്ങളുള്ളപ്പോൾ കമ്പനി നടത്തുന്ന വർക്ക്ഷോപ്പുകളും നാട്ടിലുള്ള വർക്ക്ഷോപ്പുകൾക്കും എല്ലാം വലിയ തോതിൽ തൊഴിലവസരങ്ങളാണ് ലഭിച്ചിരുന്നത്. അതും ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ ഓട്ടോമൊബൈൽ വ്യവസായ രംഗത്ത് വർക്ക്ഷോപ്പുകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സംസ്ഥാന ഗവൺമെൻറ് തന്നെ KSRTC പോലും വർക്ക്ഷോപ്പ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഭാഗമായ പ്രശ്നങ്ങളാണ്. നട്ടില്ലാത്തതുകൊണ്ട് അന്നത്തെ റൂട്ടിൽ തുടർന്നു. എന്നാൽ വളരെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരല്ലെങ്കിൽ പോലും ഒരുപക്ഷെ അങ്ങനെ കഴിഞ്ഞ് ഈ തുടക്കം കുറിച്ച് ആളുകൾ ഇതിൽ കാണുമായിരുന്നു. ഇതിനെക്കുറിച്ച് നല്ല അവഗാഹം ഉള്ള തൊഴിലാളികളാണ്. കണ്ടാൽ തന്നെ എന്തൊക്കെ പ്രശ്നമാണ് എന്ന് അറിയാൻ കഴിയുന്നതാണ് തോന്നുന്നത്. എൻ്റെ സുഹൃത്ത് CPI മുൻ ജില്ലാ സെക്രട്ടറി ശശാങ്കൻ IV ശശിധരൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന CC ഓട്ടോണ്ട്. അപ്പോൾ കാറ് ഓടി വരുമ്പോൾ നമ്മുടെ പ്രായം നിന്ന മനുഷ്യനാണ്. മോനെ അതിന് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർഷമൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഓടുമ്പോൾ ഇന്ന് നാളെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതിൻ്റെ ഡോക്ടറായി മാറുന്ന തൊഴിലാളികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഞാൻ നിൽക്കുന്നില്ല. എല്ലാവർക്കും കഠിനമായ തലവേദന, അതൊരു ഉന്മേഷമാണ്. ഈ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനം അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നടത്തിക്കൊണ്ട് പാർലമെൻറ്റിന് മുമ്പിൽ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങളുടെ പ്രക്ഷോഭങ്ങളെല്ലാം നടത്തി ആ ക്ഷേമനിധി ബോർഡ് അംഗീകരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് തൊഴിലാളികളെ സംബന്ധിച്ചുള്ള ആശ്വാസകരമായ നിലപാടായിരിക്കും. അതിനുവേണ്ടി പ്രവർത്തനം നടത്തുന്ന നിയമസഭയ്ക്കകത്ത് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ MLA ആവുന്നതിന് മുമ്പ് റേഡിയോ രംഗത്തായിരുന്നു. പക്ഷേ MLA നേതാവും പ്രവർത്തന കേന്ദ്രം കോഴിക്കോട് ആകുമ്പോൾ പ്രത്യേകിച്ച് മോട്ടോർ വ്യവസായ മേഖലയിൽ ഈ വർഷമൊക്കെ ഏത് സമയവും നമ്മുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഏത് സമയം പോലീസിൻ്റെ സാന്നിധ്യം. അപ്പോൾ കുറേ വർഷം ഞാൻ ആ ചുമതല നിർവഹിച്ചിരുന്നു. മാത്രമല്ല ഈ വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ ഏറ്റവും ഒട്ടേറെ ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികളോട് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും നല്ല അംഗീകാരം കിട്ടിയ തൊഴിലാളികളായിരുന്നു നമ്മുടെ ട്രേഡ് പ്രസ്ഥാനത്തിൻ്റെ ശക്തി. അതിൽ ഓട്ടോ തൊഴിലാളികളായാലും മറ്റിതര മേഖലയിലെ തൊഴിലാളികളായാലും അത്യാവശ്യം ചില പ്രശ്നങ്ങൾ ഉയർന്നുവന്ന് കാണുമായിരിക്കാം. അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനം ജനകീയ ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള ഒരു തൊഴിൽ സംസ്കാരം പടുത്തുയർത്തിയ ജില്ലയാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പിന്തുണ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയട്ടെ. അതോടൊപ്പം എൻ്റെ വീട്ടിലെ ഭർത്താവാവും അച്ഛനാവും വർക്ക്ഷോപ്പിലെ ജോലികൾക്കൊക്കെ പോകുമ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത് എന്നറിയാൻ ഒരു സഹായം കൂടിയാണ്. കുടുംബ സംഗമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും 2025 തുടക്കത്തിൽ ഓൾ കേരള ഓട്ടോമൊബൈൽ എംപ്ലോയീസ് ഈ മേഖലയിൽ ജില്ലയിൽ അധ്യക്ഷൻ പറഞ്ഞത് 1000 പേരോട് അത് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ആഘോഷമാക്കി ഇതിനെ മാറ്റിക്കൊണ്ട് സംഘടന ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏത് പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ആ പ്രവർത്തനം നടത്തി വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്
നിങ്ങളോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ സ്ഥാപക ദിനാഘോഷ പരിപാടികളെ ഔപചാരികമായി സന്തോഷപൂർവ്വം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. മിഷൻ്റെ വർഷങ്ങളിൽ വെച്ച് രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഓട്ടോമൊബൈൽസ് എംപ്ലോയീസ് യൂണിയൻ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒട്ടുമിക്ക ജില്ലകളിലും സംഘടനാ പ്രവർത്തനം അതിശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികൾക്ക് സർക്കാരിൽ നിന്നും നേടിയെടുക്കേണ്ടതായ ആനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷൻ, അതോടൊപ്പം ESI ആനുകൂല്യം, ഇപ്പോഴത്തെ തൊഴിൽ ലഭ്യത കുറയുവാനുള്ള സാഹചര്യം, ആധുനിക ടെക്നോളജി സംവിധാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നു. ഇത് കോർപ്പറേറ്റുകൾ ആയിരിക്കുന്ന വൻകിട കമ്പനികൾ പ്രത്യേകമായി കൈവശം വെച്ച് പുലർത്തി പോരുകയാണ്. എന്നാൽ സാധാരണപ്പെട്ട വർഷോപകാരന് ഓട്ടോമൊബൈൽ റിപ്പയർ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഉടമസ്ഥർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ രംഗത്ത് പണിയെടുക്കുന്ന ഓട്ടോമൊബൈൽ തൊഴിലാളികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറെക്കുറെ നമ്മുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന തൊഴിൽ ഉടമകളും തൊഴിലാളികളും ആയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചോളം ഏറെക്കുറെ 5000 മെമ്പേഴ്സാണ് നമുക്ക് നിലവിൽ ഉള്ളത്. നമുക്ക് ക്ഷേമനിധി പെൻഷൻ അനുവദിക്കുന്നതിന് വേണ്ടി പല പ്രക്ഷോഭങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലമായി നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളി ക്ഷേമനിധി പോർട്ടൽ ലയിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. ഗവർണറുടെ പരിശോധനയിൽ ബാധ്യതകൾ കണ്ടതിനെ തുടർന്ന് ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ച് തൊഴിലാളികൾ 10 രൂപ അടക്കുമ്പോൾ സർക്കാർ 20 രൂപ അടക്കണം. കണക്ക് കൂട്ടുമ്പോൾ 20 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ, വർഷോപ്പ് ഉടമകൾ തുടങ്ങിയവർക്ക് ആനുകൂല്യം നൽകുമ്പോൾ ആ നിലയിലൂടെ സർക്കാരിന് ഭാരിച്ച് ജനകമ്മി ഉണ്ടാകുമെന്ന ബോധ്യമുള്ളതുകൊണ്ട് ആ ബില്ലുകൾ പാസ്സാക്കാൻ ചില സാങ്കേതിക തടസ്സങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ ബില്ലുകളടക്കം നിരവധി ബില്ലുകളാണ് അന്ന് അദ്ദേഹം രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തത്. ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നമ്മുടെ ബില്ലുകൾ കിടപ്പുണ്ട്. അത് ഇന്നും വരും, നാളെ വരും എന്ന് നോക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ബില്ലുകളൊന്നും പോയിട്ട് തിരിച്ചു വന്നതായി അറിവില്ല. നമുക്ക് കുടുംബസംഗമം, അതിനുശേഷം നമ്മുടെ കലാപരിപാടികൾ എല്ലാം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉച്ചവരെ ഒരു ഉദ്ഘാടന സെഷനാണ് ഈ കാര്യപരിപാടിയിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദീർഘമായ ഒരു സംസാരത്തിനൊന്നും മുതിരുന്നില്ല. ധാരാളം പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ പ്രസംഗം പൊതുവെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, എല്ലാവർക്കും അറിയാം. ഇത്ര ആളുകളെ വേദിയിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് ഇവരൊക്കെ ഈ പ്രസംഗിച്ച് എന്താ നമ്മളെ ബോറടിപ്പിക്കുക എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ ഇരിക്കണം. ഒന്നും പേടിക്കണ്ട, അങ്ങനെ അധികം ആരും പ്രസംഗിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ഈ പരിപാടിക്ക് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, നിങ്ങളോടൊപ്പം നിൽക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ മേഖല നേരിടുന്ന വലിയ പ്രതിസന്ധി, ഈ തൊഴിലിൻ്റെ പ്രത്യേകത, ഇത് മറ്റേത് തൊഴിലെടുത്ത് നോക്കിയാലും നമുക്കറിയാം ഒരു സമയബന്ധിതമായിട്ടുള്ള തൊഴിലാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ഒരു ഓഫീസാണെങ്കിലും 10 മണിക്ക് പോയി 5 മണി വരെ, അല്ലെങ്കിൽ 8 മണിക്ക് പോയി 4 മണി വരെ, അങ്ങനെ ഒരു സമയബന്ധിതമായ തൊഴിൽ മേഖല കൂടുതലുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ്. രാവിലെ വർക്ക്ഷോപ്പിലേക്ക് പോയാൽ പിന്നെ ഏത് സമയമാണ് തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. വലിയ പ്രയാസകരമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഈ വിഭാഗത്തിലുള്ള നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി നേരിട്ട് പോവുകയാണ്. ഇവിടെ സംസ്ഥാന സെക്രട്ടറി അതുപോലെ സ്വാഗതം പറഞ്ഞ നിങ്ങളെ സംഘടനയുടെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ രംഗത്തേക്കുള്ള കോർപ്പറേറ്റ് വൽക്കരണം മൂലം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. തൊഴിലെടുക്കുന്ന എല്ലാവരും വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ കോർപ്പറേറ്റ് വൽക്കരണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളെല്ലാവരും നേരിടുകയാണ്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുപോലെ. നിങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രയാസം വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ക്ഷേമനിധി ഉണ്ട്, പേരിനാണുള്ളത്. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പരിമിതമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ
ഏതൊരു തൊഴിൽ മേഖലയിലും ആഗ്രഹിക്കുന്ന പോലെ നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞാൽ അറിയാലോ, ഒരു ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പം ഒരു സഹായം എന്നുള്ള രീതിയിൽ ഒരു ക്ഷേമനിധി ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. തെറ്റു പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ലൈറ്റ് ഓട്ടോ ടാക്സി തൊഴിലാളികളെ പ്രതികരിച്ചിട്ടാണ്, CITനെ പ്രതികരിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങൾ തൊഴിലാളികൾക്ക് ഈ ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് വലിയ ആനുകൂല്യങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ലഭ്യമാകുന്നത്. 7ാം ക്ലാസ് വരെ പഠിക്കുന്ന ഈ വേദിയിൽ ഒരുപാട് പേർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് INTC ജില്ലാ കമ്മിറ്റി എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ പറയുന്നത് 2030 ആകുമ്പോഴത്തേക്കും ഇന്നുള്ളതിൻ്റെ 10% തൊഴിൽ വിവിധ മേഖലകളിൽ നഷ്ടപ്പെടും. എന്നിട്ട് അവർ പറയുകയാണ്, ആ പഠനത്തിൽ പറയുകയാണ്, അതിന് ആനുപാതികമായിട്ട് പുതിയ തൊഴിൽ മേഖലകൾ അല്ലെങ്കിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. നമുക്കറിയാം, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇന്റർനെറ്റിന്റെ യുഗം ആരംഭിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഡ്രോണിന്റെ യുഗം വന്നു, റോബോട്ട് യുഗം വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ AI-യുടെ യുഗത്തിലാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനികവൽക്കരണവും യന്ത്രവൽക്കരണവും വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പല മേഖലകളിലും തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കിലുക്കം എന്നുള്ള സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കിലുക്കം എന്ന സിനിമയിൽ ആദ്യവും അവസാനവും ഒരേ ഡയലോഗുള്ള സിനിമയാണ് കിലുക്കം. എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, കൂലി എന്നാണ് വാക്കിൻ്റെ അല്ലേ. തുടക്കത്തിലും കൂലിയാണ്, അവസാനത്തെ ഡയലോഗും കൂലിയാണ്. ഞാനിത് പറയാൻ കാരണം, കൂലി എന്ന് പറയുന്ന വിഭാഗം ഇന്നില്ല. കേരളത്തിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും കൂലി തൊഴിലാളികളെ, ചുമടെടുക്കുന്ന കൂലി എന്ന് പറയുന്ന വിഭാഗം. കേവലം ഒരു ടയർ കണ്ടുപിടിച്ചതോടുകൂടി ആ മേഖലയിലെ തൊഴിൽ നഷ്ടപ്പെട്ടു. നാമമാത്രമായ ആളുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ട്രോളി വലിച്ചു പോകുന്നൊരവസ്ഥ. ഞാൻ പറഞ്ഞു വരുന്നത്, യന്ത്രവൽക്കരണം കൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓൾ കേരള ഓട്ടോമൊബൈൽ എംപ്ലോയേഴ്സ് യൂണിയൻ ഇന്ന് സ്ഥാപകത 8ാമത്തെ സ്ഥാപക ദിനമാണ്. ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അഭൂതപൂർണമായ ഒരു വേദിയായി ഞാനിതിനെ കാണുകയാണ്. അതിൽ പ്രത്യേകിച്ചും ഈ നമ്മുടെ അശോകേട്ടന് ഒരു പ്രത്യേക അഭിനന്ദനം ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ നമ്മളെല്ലാം ഇതിനു മുമ്പ് മറ്റൊരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ്. ആ സംഘടന ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതിനാൽ സർക്കാർ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് 2016 ഒക്ടോബർ മാസം മുതൽ ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നടത്തുകയും 2017 ജനുവരി 8-ാം തീയതി ഇന്ത്യൻ ലേബർ കോൺഫറൻസ് അംഗീകരിച്ച നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി ഇത് രജിസ്റ്റർ ചെയ്ത് സ്വതന്ത്ര ട്രേഡ് യൂണിയനായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. അന്ന് മുതൽ ഇന്നോളം ഈ സംഘടന പല ജില്ലകളിലായി വളർന്നു. സംഘടനയുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയ എല്ലാവരും, വർക്ക്ഷോപ്പ് തൊഴിലാളികൾ മുഴുവൻ ഈ സംഘടനയിൽ ചേരുകയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയുമാണ്. ഇതിനിടയിൽ പല പ്രാവശ്യം
സെക്രട്ടേറിയറ്റ് ധർണയും മാർച്ചും ഒക്കെ സംഘടിപ്പിച്ചു. കാലാകാലങ്ങളായി നമുക്ക് ഇന്ന് പല സംഘടനകളുണ്ടെങ്കിലും പല ട്രേഡ് യൂണിയൻ ഉണ്ടെങ്കിലും ഇന്ന് കേരളത്തിൽ നമുക്ക് മാത്രമാണ് ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോയിട്ടുള്ളത്. ഒരു ചിറ്റമ്മ നയം സർക്കാർ നമ്മളോട് കാണിക്കുന്നുണ്ട്. ഇതിനെതിരെ പല പ്രാവശ്യം പല നിവേദനങ്ങൾ നൽകി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അതിൻ്റെ ഫലമായി നമുക്ക് നിയമസഭയ്ക്കുള്ളിൽ ഈ സബ്മിഷൻ ഉന്നയിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ വെച്ച് നമ്മുടെ സംഘടന ജനുവരി 8-ാം തീയതി രൂപീകരിക്കും. നമ്മൾ ഇത്രയും കാലം കൊണ്ട് തിരുവനന്തപുരം മുതൽ കോഴിക്കോടിൻ്റെ പ്രദേശം വരെ നമ്മുടെ സംഘടന എത്തുവാൻ സാധിച്ചുവെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചില ജില്ലകളൊക്കെ നമ്മളിനിയും കടന്നു ചെല്ലുവാനുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി നമ്മുടെ സെക്രട്ടറി വിതുര രാജേന്ദ്രൻ പറയുന്നുണ്ട്. എങ്കിലും ഇന്ന് മുതൽ നമ്മളൊരു പുതിയ സംഘടന പുതിയ രീതിയിൽ തന്നെ പ്രവർത്തിച്ച് ഈ 2025-ലെങ്കിലും നമ്മൾ 14 ജില്ലയിലും എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ അഹോരാത്രം പണിയെടുത്തെങ്കിൽ മാത്രമേ സാധിക്കൂ. നമ്മുടെ സംഘടനയിൽ നല്ല നല്ല നേതാക്കന്മാർ, നേതൃത്വത്തിന് കഴിവുള്ള ആൾക്കാർ ധാരാളമുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഓട്ടോമൊബൈൽ മേഖല എന്നുള്ളത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം സാധാരണ ജനങ്ങൾ തൊട്ട് എല്ലാ മേഖലയിലുള്ളവരുമായിട്ട് ഇടപഴകിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം നമുക്ക് എന്ത് കാര്യം സാധിക്കണമെങ്കിലും അത്ര നിസ്സാരമെന്നൊക്കെ ഒരു വലിയ നിസ്സാരമായിട്ട് തന്നെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ വരുന്ന വാഹനങ്ങൾ എല്ലാം
എല്ലാം നല്ല രീതിയിൽ നല്ല നല്ല ഉദ്യോഗസ്ഥരുടെയൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ വാഹനങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമുക്ക് ഇടപെടാൻ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ആൾക്കാർ അതിന് മുതിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ രാവിലെ വന്ന വർക്ക്ഷോപ്പുകളിൽ വന്ന് പണിയെടുത്ത് വൈകിട്ട് വീട്ടിൽ പോകുന്നു, അവിടെ നടക്കുന്നു, വീണ്ടും രാവിലെ വർക്ക്ഷോപ്പിൽ വരുന്നു എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ല ഒരു ആഘോഷ ദിനം ഇന്ന് കോഴിക്കോട് സംഘടിപ്പിച്ചത് കണ്ടിട്ട് എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മനസ്സ് നിറഞ്ഞ് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇത് സംഘടിപ്പിച്ചവർക്ക് നല്ലൊരു കൈയടി കൊടുക്കണ്ടേ, ഒരു നല്ല കൈയ്യടി. ഇത് ഇവിടുത്തെ ഓരോ കമ്മിറ്റി മെമ്പേഴ്സും ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ്. ഇന്ന് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള സംഘടനാ പ്രവർത്തകരും ജീവനക്കാരും കുടുംബങ്ങളുമാണ് ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. അതിലെനിക്കറിയാം ഒരു 75% ഈ കോഴിക്കോട്ടുകാർ തന്നെയാണ്. അപ്പോ നിങ്ങൾ കൈയടിച്ചതും പ്രോത്സാഹിപ്പിച്ചതും നിങ്ങളെ തന്നെയാണ്. പക്ഷെ ഇതിന് വേറൊരാൾ പറയണം എന്നൊരു കാര്യമാണ് നമുക്കിടയിലുള്ളത്. അതായത് നമ്മളെ തന്നെ തട്ടി വെൽ ഡൺ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത്. ഒരു നല്ല കാര്യം പറയാൻ, അല്ലെങ്കിൽ നല്ലത് എന്ന്, അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറയാൻ മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസരത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നൊരു ട്രെയിനിങ് ബോർഡ് മെമ്പറാണ്. നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ജോലിയുമായി മുന്നോട്ട് പോകുവാൻ ഇന്ന് ഒരുപാട് വിഷമതകളുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ടെക്നിക്കൽ അപ്ഡേഷൻ നടന്നിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ന് ഞാനൊരു 2 വീലർ മെക്കാനിക്കാണ്. എൻ്റെ അപ്പൻ 4 വീലർ മുതൽ ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, ഇപ്പോഴും വർക്ക്ഷോപ്പിൻ്റെ പേര് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് തന്നെയാണ്. ഞാനത് ചുരുക്കി 2 വീലർ ആക്കിയാണ്. ഒരു 2 വീലർ പോലും ഇന്ന് ഓടുന്നത് ഒരു മിനിമം 6 സെൻസറിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ്. ഇതൊരെണ്ണം കേടായാൽ അതെങ്ങനെ റിപ്പയർ ചെയ്യണമെന്ന് അതിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം കണ്ണിന് കാണുന്ന കാര്യങ്ങളല്ല. നേരത്തെ മെക്കാനിക്കലായിരുന്നെങ്കിൽ ഇന്ന് മൊത്തം ഡിജിറ്റലായി മാറി വണ്ടിയുടെ സഞ്ചാരം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ 2024 കാലഘട്ടം നമുക്കറിയാം, നേതാക്കളും സംഘടനയും എല്ലാം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോയതുകൊണ്ട് കുറച്ച് കുറവുകൾ ആ ട്രെയിനിങ്ങുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ ലീഡർഷിപ്പ് ക്യാമ്പുകൾ കഴിഞ്ഞ വർഷം നമുക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഈ വരുന്ന മെയ് മാസം പകുതിയോടുകൂടി, അല്ലെങ്കിൽ 15-ാം തീയതിക്കുള്ളിൽ ആലപ്പുഴയിൽ വെച്ച്, ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു ട്രെയിനിങ് നടത്തുമ്പോൾ ആ ട്രെയിനിങ് ലീഡർഷിപ്പ് ക്യാമ്പ് നടത്തുന്ന ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വെച്ചായിരിക്കും. എന്തായാലും ഞങ്ങളുടെ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആലപ്പുഴയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പോൾ അവിടെ വെച്ച് നടത്തുന്ന അതിലേക്ക് നമ്മൾ ആ ലീഡർഷിപ്പ് ക്യാമ്പ് എന്ന രീതിയിൽ തന്നെ, അതായത് ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ഉദ്ദേശം. ചുറിയൂക്കോട് ഞങ്ങൾ നയിക്കുന്ന MK വിജയേട്ടൻ വളരെ കർത്തവ്യമായിട്ട്, അതായത് 79 വയസ്സായി, എന്നിട്ടും നമ്മുടെ മുൻനിരയിൽ നയിക്കാൻ അയാൾക്ക് പ്രാപ്തിയായി. അപ്പോൾ ഇനിയും ദീർഘായുസോടുകൂടി അയാൾ നമ്മളെ നയിക്കട്ടെ എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അത്രയും ത്യാഗോജ്വലമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ വേദിയിലെ മറ്റു സംഘടനാ സംസ്ഥാന നേതാക്കളെ, സദസ്സിലെ സഹോദരി സഹോദരന്മാരെ, AKU മെമ്പർമാരെ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 10-45 ദിവസം കൊണ്ടുള്ള തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ്. പക്ഷെ ഇതുവരെ ഒരാദ്യമായിട്ടും ഇതെന്തായി തീരൂ, എങ്ങനെയായി തീരൂ. സത്യത്തിൽ ഇത് കണ്ടുനോക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. ഏതായാലും പറഞ്ഞിട്ട് എല്ലാവരും വന്നല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല. എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് പ്രവർത്തിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടാണ്. സത്യത്തിൽ ഇത് ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. വെറും സ്വന്തം സംഘടന എന്ന് മാത്രമല്ല, പരസ്പരം സ്നേഹിക്കുവാനും നമ്മളെ അതിനനുസരിച്ച് നയിക്കുവാനും പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് നേരത്തെ സ്വാഗത പ്രസംഗിക്കും പറഞ്ഞത്
എല്ലാവർക്കും അവശത അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള സഹായം നൽകണം. നിങ്ങളറിയോ, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 50 വർഷത്തെ ഓട്ടോമൊബൈൽ ജീവിതത്തിൽ ഒരു വർക്ക്ഷോപ്പ് ജോലി ചെയ്തിട്ട് ഒരു പൈസ മാറ്റിവെക്കാനോ സ്വന്തം ചെലവിനോ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. സത്യത്തിൽ എന്താ വെച്ചാൽ മരിച്ചാൽ ശവസംസ്കാരം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള അനുഭവം ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിരുന്നു. ആ ഇതിലാണ് സംഘടന വന്നതിന് ശേഷം ഇത്രയും വലിയ മാറ്റം വന്നത്. ഇന്നിപ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ വെച്ചാൽ ജോലി ചെയ്താൽ കൂലിയുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ആർക്കും ഏതാൾക്കാർക്കും നിസാരവൽക്കരിക്കേണ്ട ഒരു പ്രസ്ഥാനമല്ല ഇന്ന് ഓട്ടോമൊബൈൽ മേഖല. എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്തും നശിക്കുകയല്ല. വാഹന വ്യവസായവും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ വ്യവസായവും ഒരു കാലത്തും നശിക്കുകയല്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എന്നെ പോലുള്ളവർക്കുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാത്തിനും ഈടുള്ളാക്കി, വേറെ ആളില്ല, എല്ലാ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അത്രയും നമ്മൾ സ്നേഹത്തോടെ ഇതിനെ കൊണ്ടുനടക്കണം. ആ സ്നേഹത്തിൻ്റെ പരിഷ്മണം എല്ലാവരും പ്രപഞ്ചത്തിന് ഉയരട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ സഹപ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ, സംഘടനാപരമായ കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കളെല്ലാം അക്കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിച്ചു. ഇവിടെ മറ്റുള്ള നേതാക്കൾ പറഞ്ഞതുപോലെ ഞാനും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിൽ ഭാഗമാക്കാകാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ ഭാഗമാക്കായതിനു ശേഷം സംഘടനയുടെ പോക്ക് ശരിയല്ല എന്നുകൊണ്ട് സ്വമേധയാ മാറി നിന്ന വ്യക്തി എന്ന നിലയിൽ അത് കഴിഞ്ഞ് ആ പ്രസ്ഥാനം ഒരു റീ ഓർഗനൈസേഷൻ നടത്തിയപ്പോൾ അതിൻ്റെ കാരണക്കാരായ കോഴിക്കോട് നേതാക്കൾ അവർ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ കൃത്യമായി പങ്കെടുക്കണം എന്നൊരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇന്ന് രാവിലെ 6 മണിക്കാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ സംഘടനാപരമായ ദീർഘമായ ഒരു പ്രസംഗം ഇവിടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പറഞ്ഞ പലരും കുറേ കാര്യങ്ങൾ നമ്മുടെ മേഖലയെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ മേഖലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, മേഖല അന്യം നിന്ന് പോകുന്നു എന്നൊക്കെ ഇവിടെ സൂചിപ്പിച്ച നേതാക്കളുണ്ട്. ഞാൻ അത്തരം അഭിപ്രായക്കാരനല്ല. കാരണം പുതുതായി ഈ മേഖലയിലേക്ക് ആളുകൾ കടന്നു വരുന്നില്ല എന്നതൊഴിച്ചാൽ ഇപ്പോൾ ഒരു സ്ഥാപനങ്ങളിലും വർക്കില്ല എന്ന് പറയാൻ ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും ആവശ്യത്തിലധികം വർക്ക് നമുക്കുണ്ട്. പക്ഷെ വർക്ക് ചെയ്യാൻ നമുക്ക് ആളുകളുടെ അഭാവമുണ്ട്. പുതുതായി ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല. ഇന്ന് കോഴിക്കോട് ജില്ലയുടെ ഉത്സവം തന്നെയാണ്. ഇന്നത്തെ ഈ ജനാവലിയെ കാണുമ്പോൾ വളരെ വളരെ സന്തോഷം തോന്നുന്നു. അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച അശോക് ചേട്ടൻ, ദാമോദരൻ ചേട്ടൻ, ബൈജു ചേട്ടൻ എല്ലാവരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കും അതിൻ്റെ അനുയായി പ്രവർത്തികൾക്കും ഒക്കെ ഒരുപാട് നമുക്കൊരു കൈയടി നല്ല ഒച്ചത്തിൽ കൊടുക്കാം. നല്ല കഴിച്ച ഓരാ നല്ല ശബ്ദത്തിൽ രസമാണ് നമ്മുടെ ഈ കൂട്ടായ്മ. ഈ കുടുംബ സംഗമം നമ്മൾ വെക്കുന്നത് വെച്ചാൽ ഈ വരുന്ന ആൾക്കാരെ പരസ്പരം നിങ്ങളൊന്ന് പരിചയപ്പെടുക കൂടിയാണ്. ഇപ്പോൾ ഈ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്, ഭക്ഷണം കഴിഞ്ഞാൽ നല്ല കലാപരിപാടികളുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഈ പരിപാടിയുടെ പരിപൂർണമായ കാര്യങ്ങൾ തീർന്നിട്ട് ഇവിടുന്ന് പോകാം. എന്ന് വെച്ചാൽ ഞങ്ങൾ കുടുംബ സംഗമമൊക്കെ വെക്കുമ്പോൾ ഉച്ചയ്ക്കത്തെ ഊണ് കഴിയുമ്പോൾ മിക്കവരും കാണത്തില്ല. ഫ്രണ്ടിലിരിക്കുന്ന കുറച്ച് 10-15 പേരെ കാണത്തുള്ളൂ. പക്ഷെ അത് ഇവിടെ നമ്മൾ ഒഴിവാക്കണം. ഇന്ന് നമ്മുടെ ഉത്സവമാണ്. നമ്മുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ മകനായിരിക്കാം, അച്ഛനായിരിക്കാം ഈ മേഖലകളിൽ പണിയുന്നത്. അവരുടെ രാപകലില്ലാത്ത, ചിലപ്പോൾ രാത്രിയും പകലും ഒക്കെ നിന്ന് വർക്ക് ചെയ്ത് വളരെയേറെ ടെൻഷൻ പിടിച്ച വർക്കുകളാണ്. എന്ന് വെച്ചാൽ ഈ ഡോക്ടർമാർ ജീവൻ രക്ഷിക്കുമ്പോൾ നമ്മൾ ചത്ത വാഹനത്തിന് ജീവൻ കൊടുക്കുകയാണ്. ആ ഒരു പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ ടെൻഷൻ പിടിച്ച പണിയാണ്. അപ്പോൾ അവരുടെ ഒരു ആ പിരിമുറുക്കും ഒക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടി
കുടുംബമായിട്ട് ഒത്തൊരുമിച്ച് ഇന്നത്തെ ഈ വേദി നിങ്ങളെ ധന്യമാക്കണം. ഒരുപാട് ഓർമ്മകൾ ഈ വേദിയിൽ ഉണ്ടാകട്ടെ. നല്ല ഒരു എനിക്ക് ആശംസയാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു പ്രോഗ്രാമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അശോകേട്ടനൊക്കെ കണ്ടാൽ പാവമെന്ന് തോന്നുള്ളൂ, പക്ഷേ സംഘടനാപരമായിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം പുലി തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിട്ട് ഓടുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഒരുപാട് കയ്യടി നമുക്ക് കൊടുക്കാം. ഇവിടെ ഈ പരിപാടിയുടെ എനിക്കൊരു പ്രസംഗത്തിന് പ്രശസ്തിയില്ലെന്നറിയാം. അത് പിന്നീട് ഒരു അധിക പ്രസംഗമായി മാറും. ഇപ്പൊ നിങ്ങൾക്ക് നല്ല വിശപ്പിന്റെ വിലയുണ്ടെന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചു വന്നതാണ്. പക്ഷേ സമയത്തിന്റെ പരിധി മൂലം അത് വളരെ ചുരുക്കി ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വലിയ അവസാനിപ്പിച്ചുകൊള്ളാം. സംഘടനയെക്കുറിച്ചുള്ള ആനുകാലികമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ നേതൃത്വവും നേതാക്കന്മാരും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയൻ രംഗത്തെ സമർത്ഥരായിരിക്കുന്ന സമകാലിക രാഷ്ട്രീയ ചാരിതാർത്ഥ്യമുള്ളവരൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. 2016 ഈ സംഘടന രൂപം കൊണ്ട് 2017 ജനുവരി 8-ാം തീയതി ഇന്ന് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന പി കെ വിജയകുമാർ ഉൾപ്പെടെയുള്ള നമ്മെ വിട്ട് മൺമറഞ്ഞു പോയ ശ്രീ വി സി രമേശൻ അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിലും ഇതിൻ്റെ ആദ്യകാല ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ഇലന്തൂർ ഷിബു ജോസഫിൻ്റെ വർക്ക്ഷോപ്പിലുമായിട്ടാണ് ഈ സംഘടന രൂപം കൊണ്ടത്. അന്ന് ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത ID കാർഡ് എടുത്ത ഒരാളാണ് ഞാൻ. അന്ന് ശ്രീമാൻ പാളയം ബാബു എന്ന് പറയുന്ന നരാധമനായിരുന്നു ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, സംഘടനയുടെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ സംഘടന എങ്ങനെയാണ് ഈ 4 ജില്ലകളിൽ ഒതുങ്ങിപ്പോയത്? നമ്മളെ പോലെയുള്ള തൊഴിലാളികളുടെ കാശുകൾ എങ്ങനെയാണ് ശ്രീ ചീൽ ബാബു എന്ന് പറയുന്ന ബാബു കുടുംബാധിപത്യത്തിൽ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചത്? ഇതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇതിന് എനിക്കൊരല്പം സമയം നിങ്ങൾ തരണം. AAWK എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ അതിൻ്റെ രൂപകൽപ്പന ചെയ്ത കാലം മുതൽ ആ സംഘടനയുടെ വളർന്നു വന്നയാളാണ് ഞാനൊരു പൊതുപ്രവർത്തനം കൂടിയാണ്. അങ്ങനെ ശ്രീമാൻ പാളയം ബാബു രാജകീയമായിട്ട് AAWKയിലൂടെ വാണിരുന്ന കാലത്ത് സംഘടനയുടെ 5 ജില്ലകളുടെ ചാർജുകൾ അദ്ദേഹത്തിന് കൈമാറി. പിന്നീട് ഒരു സംസ്ഥാന സമ്മേളനം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ സംഘടനയുടെ അന്ന് നമ്മുടെ AAWK എന്ന് പറയുന്ന സംഘടനയില്ല. കേരളത്തിൽ വർഷോപ്പുകാർക്ക് ഒറ്റ സംഘടന ഉണ്ടായിരുന്നുള്ളൂ. അത് ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന AAWK എന്ന് പറയുന്ന സംഘടനയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സംഘടനയിൽ നിന്നും അദ്ദേഹം കണക്കുകൾ അവതരിപ്പിക്കാതെ തട്ടിയെടുക്കുകയുണ്ടായി. വ്യക്തമായ തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. തെളിവുകളില്ലാതെ നമുക്ക് വിമർശിക്കാനുള്ളത്. അങ്ങനെ ആ സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട പാളയം ബാബു എല്ലാവരും മനസ്സാ വിചാരിച്ച് പ്രവർത്തിക്കണമെന്ന് ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കുടുംബ സംഗമത്തിന് ആശംസകൾ അർപ്പിക്കുന്നു. ജനുവരി 8 നമ്മുടെ സംഘടനയുടെ പിറന്നാളാണ്. ആ പിറന്നാൾ ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അത് ഞാൻ നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ
കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഈ സ്ഥാപക ദിനം കോഴിക്കോട് വെച്ച് നടത്താം എന്ന് നെഞ്ചുവിരിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും ഒരു വിജയം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ജില്ലാ സെക്രട്ടറി അശോകേട്ടനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വിശക്കുന്ന സമയമായിരിക്കും, കൂടുതൽ പറയുന്നില്ല. എല്ലാവർക്കും നമ്മുടെ ഹൃദയമാണ് വാഹനത്തിൻ്റെ എൻജിൻ. നമ്മുടെ ഹൃദയത്തിൽ ഓടുന്ന രക്തത്തിന് തുല്യമാണ് വാഹനത്തിൽ ഓടുന്ന ഓയില്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ശുദ്ധീകരിക്കുന്ന കിഡ്നിയാണ് വാഹനത്തിൻ്റെ ഓയിൽ ഫിൽട്ടർ. ഇന്ന് നമ്മൾ ഒരു സർവീസ് സെൻ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റെതസ്കോപ്പുകൾ കാണാൻ പറ്റും, സ്കാനിങ് മെഷീനുകൾ കാണാൻ പറ്റും. ഒരു വാഹനം തീർച്ചയായിട്ടും ഒരു മനുഷ്യ ശരീരം തന്നെയാണ്. നമ്മൾക്ക് ഒരു രോഗിക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വേദനകൾ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഇന്ന അസുഖമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ രോഗം പറഞ്ഞിട്ടാണ് മനുഷ്യർ ഡോക്ടർമാർ ചികിത്സിക്കുന്നത്. നമ്മുടെ അടുത്ത് ഒരു വാഹനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ രോഗം എന്താണെന്ന് പറയാനായിട്ട് അറിയത്തില്ല. അപ്പോൾ മനുഷ്യരെ ചികിത്സിക്കുന്ന ഡോക്ടറേക്കാൾ ഒരുപടി മുമ്പിലാണ് വാഹനങ്ങളെ ചികിത്സിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുടെ ഡിഗ്രി MBBS, MD, FRCS ഉള്ള നിരവധി ഡിഗ്രികളുണ്ട് എങ്കിലും ആ ഡോക്ടർ രോഗികളെല്ലാം കണ്ടതിന് ശേഷം അവസാനം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അവർ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുമായിട്ട് സംസാരിക്കാനായിട്ട് സമയം മാറ്റിവെക്കാറുണ്ട്. കാരണം നമ്മുടെ ടെക്നോളജി വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ മരുന്നുകൾ, അങ്ങനെ പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നു. അപ്പോൾ അതിൻ്റെ ആ അറിവ് അവർക്ക് നേടാൻ വേണ്ടിയിട്ട് വേറെ ഡിഗ്രിയുള്ള മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിനോട് ഈ ഡോക്ടർ സംസാരിക്കുകയാണ്. അതുപോലെയാണ് പല കമ്പനിക്കാരും നിങ്ങളുടെ അടുത്ത് വരാറുണ്ട്, അവരുടെ പുതിയ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താറുണ്ട്, അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാറുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ENI എന്ന് പറയുന്ന ബ്രാൻഡ്, ENI എന്ന് ഫുൾ ഫോം എനർജി നാഷണൽ ഇറ്റാലി എന്നാണ്. ഇറ്റലിയിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഓയിൽ കമ്പനിയാണ് ENI. ഇൻ്റഗ്രേറ്റഡ് ഓയിൽ കമ്പനി എന്ന് പറയുമ്പോൾ ഓയിലിൻ്റെ A to Z നമ്മൾ സ്വന്തമായിട്ടാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ ബേസ് ഓയിൽ, അഡിറ്റീവ്സ്, ഇതെല്ലാം ഇതിൻ്റെ കാര്യപരിപാടികൾ അവസാനിക്കുകയാണ്. അതിനുശേഷം ഇവിടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 18 വർഷക്കാലമായി ഈ സംഘടനയ്ക്ക് എല്ലാവിധ സഹായവും സഹകരണവും നൽകി വന്നിട്ടുള്ള ബെൻസ് ഓട്ടോസ്പെയർസിൻ്റെ ഒരു മെഗാ നറുക്കെടുപ്പുകളുണ്ട്. വാഷിംഗ് മെഷീനാണ് സമ്മാനമായി നൽകുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കണം എന്ന് കൂടി ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മളെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് PK വിജയകുമാർ സാറാണ്. PK വിജയകുമാർ സാറിന് ഈ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുക. അതേപോലെ നമ്മുടെ
പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഏറെ പ്രിയപ്പെട്ട നമ്മുടെ നാദാപുരം MLA EK വിജയനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. EK വിജയൻ MLAക്ക് ഈ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ പിന്നെ ഇവിടെ സംസാരിച്ച കോഴിക്കോട് ജില്ലാ ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട നമ്മുടെ L രമേശന് ഈ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഇവിടെ INTUസിൻ്റെ നേതാവ് രഞ്ജിത്താണ്. ഈ രഞ്ജിത്ത് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച രഞ്ജിത്തിന് ഈ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ BMSൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി TM പ്രശാന്തനും സ്വാഗത സംഘത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെയുള്ളത് ഇവിടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂസഫ് പുന്നപ്രക്കും സ്വാഗത സംഘത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പിന്നെ ഉള്ളത് നമ്മുടെ മുതിർന്ന പൗരന്മാരെ ആദരിച്ച നമ്മുടെ കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ്. മുതിർന്ന പൗരന്മാർ എന്ന് പറയുന്നത് നമ്മളെ മുന്നേ നടന്ന് വന്ന ഇപ്പോൾ വളരെയധികം വിശ്രമത്തിൽ നിൽക്കുക, അവശതയോടുകൂടി വിശ്രമിക്കുകയാണ് വീട്ടിൽ. അങ്ങനെ വിശ്രമിക്കുന്ന ആളുകളായിട്ടുള്ള PKK അനന്തേട്ടൻ, KP കൃഷ്ണേട്ടൻ, ദാമുവേട്ടൻ, PK നാണോട്ടൻ, ഇല്ലത്ത് രാജേട്ടൻ, ഇല്ലത്ത് ബാബുവേട്ടൻ, മനോജേട്ടൻ എന്നിവർ ഇവിടെ നമ്മുടെ ആദരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്.